പ്രഗ്നൻസിയുടെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഹെയർ ട്രീറ്റ്മെന്റ് ഏതാണ് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഈവൻ ദോ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹെയർ അത്ര ഡ്രൈയോ ഫ്രിസിയോ ആവാൻ പോകില്ല. കാരണം കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കൂടുതൽ നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ പോലും ഒന്ന് ശരിയായിട്ട് വരും. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് ആണോ സ്മൂത്ത് ആണോ കെരാറ്റിൻ ആണോ ബോട്ടോക്സ് ആണോ സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും സേഫ് ആണെന്ന് പറയത്തില്ല. കാരണം ഈവൻ ദോ ഇതിനകത്ത് നമ്മളിപ്പോൾ സ്കാൽപ്പിന് കുറെ വിട്ടിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഫ്യൂമില്ലേ, അതായത് നമ്മൾ സ്മൂത്ത് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഹെയർ ട്രീറ്റ്മെന്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാർക്കറിയാം ഒരു ഫോം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫോം നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കുഞ്ഞിന് ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്തൊന്നും ഒരു ഹെയർ ട്രീറ്റ്മെന്റ്സും ചെയ്യരുത് എന്ന് പറയുന്നത്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് പോയി ചെയ്താലും കുഴപ്പമില്ല. ഈവൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമിലാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഡയറക്റ്റ് നമ്മൾ ബ്ലഡ് സ്ട്രീമിലോട്ട് ഈ സാധനങ്ങളൊന്നും കയറുന്നില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്ക് ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ കുഞ്ഞിലോട്ട് എത്തുന്നത് കൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ .1 കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.